ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയെ അവിടെയിട്ട് കൊത്തി വലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവയാനി. നീ ആരാണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ അത് നോക്കി കാണത്തോളം എന്നുള്ള കാര്യം പറയുക. ഇത് അമ്മായി നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇവനും എൻ്റെ അമ്മയും കൂടെ ഉണ്ടാക്കിയ കഥയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞു തന്നേനേലൊന്നും നമ്മുടെ നവ്യ പറഞ്ഞപ്പോൾ എനിക്കിതിനകത്ത് ഒരു പങ്കുമില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നും പറഞ്ഞ് ജലജ പറഞ്ഞു. അപ്പം മകൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ബുദ്ധി തന്നെയായിരിക്കുമെന്ന് നമ്മുടെ നവ്യ പറയുക. അത് കേട്ടപ്പോൾ ജലജ ഇങ്ങനെ തുറിച്ച് നോക്കുക. അപ്പം അത് പണം വേണമെങ്കിൽ ആദർശനോട് ചോദിച്ചാൽ തരത്തില്ലേ, അതിനെന്തിനാ ഇങ്ങനെ വളഞ്ഞ വഴിക്കൊക്കെ പോകുന്നതെന്ന് നയന ചോദിക്കുക. അപ്പോൾ ഇവൻ പണം ചോദിച്ചാലേ ആദർശ് കൊടുക്കത്തില്ലെന്നും, കാരണം ഇവൻ നല്ല കാര്യത്തിന് വേണ്ടിയൊന്നുമല്ല പണം ചോദിക്കുന്നത്, ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവൻ അറിയാമെന്നും ജയനും പറഞ്ഞു. നീ കരുതിയോ ചെക്കുമായിട്ട് ബാങ്കിലേക്ക് പോയാൽ അതങ്ങ് പാസ്സായി കിട്ടുമെന്ന്? ഞാനും ഈ കുടുംബത്തിൽ വന്നിട്ടേ കുറേ കാലമായി. അതുകൊണ്ട് തന്നെ കള്ളക്കളികൾ കണ്ടു കഴിഞ്ഞാലേ കുറേയൊക്കെ എനിക്കും മനസ്സിലാകുമെന്ന് ദേവയാനി ഇവനോട് പറയുക. ഇവൻ 50 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന് മാത്രമല്ല ആദർശനെ കരിവാരി തേക്കാനും ശ്രമിച്ചെന്ന കാര്യവും ദേവയാനി പറയണു. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ജലജയ്ക്കാണ് ഒന്നും മിണ്ടാൻ പറ്റാണ്ട് നിൽക്കുവാണ്. എന്നെ സഹായിച്ച പെൺകുട്ടിക്ക് 50 ലക്ഷം കൊടുക്കാനുള്ള മടി കൊണ്ടാ ആദർശ് അവളെ കാണിച്ചു തരാത്തതെന്നാണ് ഇവൻ എന്നോട് പറഞ്ഞതെന്ന കാര്യവും ദേവയാനി ഇങ്ങനെ അങ്ങ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് തട്ടിയെടുക്കുന്നവനല്ലടാ നിന്റെ ഏട്ടൻ. അവനെ കണ്ട നീയും അനിയും വളർന്നത്. അനി അവനെ പകർത്തിയെടുത്തു, പക്ഷേ നീ അവനെ പലപ്പോഴും പാര വയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നീ നന്നാകാതെ പോയതെന്നൊക്കെ ജയൻ ഇങ്ങനെ പറഞ്ഞു ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഇവനെ പോലെ ഒരു കുഞ്ഞാണല്ലോ എനിക്ക് ജനിക്കാൻ പോകുന്നതെന്നും ഇപ്പോൾ ഒരു ചെലവും നിനക്കതിലില്ലല്ലോ അഭി, പിന്നെ എന്തിനാ നീ ഇങ്ങനെ അത്യാഗ്രഹം പിടിച്ച മനസ്സുമായിട്ട് നടക്കുന്നതെന്നും നവ്യ അഭിയോട് അന്നേരം ചോദിച്ചു. ജലജയാണെങ്കിൽ പല്ലെറിഞ്ഞെറിഞ്ഞ് പല്ല് പകുതി തേഞ്ഞ് തീർന്നു കേട്ടോ. അപ്പോൾ പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യാൻ നിൽക്കരുതെന്നും എല്ലാം എൻ്റെ തെറ്റാണെന്നും ഏട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം അതിനേക്കാളും സ്മാർട്ട് അനിയനാണെന്ന് ഇവൻ വരുത്തി തീർത്തതാണെന്നും പറഞ്ഞ് നവ്യ അവിടെ വെച്ച് കാര്യങ്ങൾ പറയുക. എൻ്റെ സ്വഭാവം കുറച്ച് കുഴപ്പമായതുകൊണ്ട് ഞാൻ ഇവനെ സ്നേഹിച്ചു, വിശ്വസിച്ചു, അതിന് കിട്ടിയ ശിക്ഷ എനിക്ക് ഇതൊക്കെയെന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നവ്യ അവിടെ നിന്ന് പോയപ്പോൾ മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാവുന്നവരാണ് ഈ വീട്ടിലുള്ളവർ. അങ്ങനെ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരാൾ എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ലാത്തതെന്ന് നമ്മുടെ നയന പറയുമ്പോൾ അതെന്താ മോൾക്ക് മനസ്സിലാവാത്തത്? ദേ നിൽക്കുന്നു അതിൻ്റെ കാരണക്കാരി. ഒരിക്കലും മകനെ തിരുത്തില്ല, ഇവൻ്റെ എല്ലാ തെറ്റുകൾക്കും കൂട്ടു നിൽക്കും. അങ്ങനെ വരുമ്പം ഏത് മക്കളാണ് നന്നാവുന്നതെന്ന് ജലജയെ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മ പറയുമ്പോൾ ഞാനിതിന് ഉത്തരവാദിയല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ജലജ. ആരുത്തരവാദി ആയാലും നിന്റെ മകൻ നിരന്തരം തെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിനക്കും വലിയൊരു പങ്കുണ്ടെന്ന് ദേവയാനി പറഞ്ഞു. അപ്പം കേക്കടാ കേക്ക്, എല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവസാനം നീ അമ്മയെ പ്രതിയാക്കാൻ പറഞ്ഞു ജലജ. അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുക. എന്നിട്ട് ഇതൊക്കെ കേട്ട് അഭി അങ്ങ് കയറിപ്പോയപ്പോൾ നിൽക്കടാ അവിടെ, ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ അടിച്ച് നിന്നെ വെളിയിലാകും, പിന്നെ നീ അനന്തപുരിയിൽ ഉണ്ടാവില്ല, ഓർത്ത് വെച്ചോളണമെന്നും പറഞ്ഞ് ജയൻ ഇങ്ങനെ പറയുമ്പോൾ അമ്മയും മോനും കൂടെ അങ്ങ് പോയിട്ടോ. ഇത്രയും നേരം ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് കൊണ്ടുപോയി 50 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തോ എന്നുള്ള പേടിയായിരുന്നു മോളെ ഞങ്ങൾക്ക് നമ്മ പറഞ്ഞപ്പം. ആരാണ് എനിക്ക് കരൾ തന്ന് സഹായിച്ചത് എന്ന് പറയാത്തത് കൊണ്ടെല്ലാം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ദേവയാനി അന്നേരം പറയാം. ആ പ്രശ്നം തീരില്ലേ ഇത് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയെന്നാ ആ പെൺകുട്ടിയുടെ പേര്. ഇപ്പോഴും നയന ഇങ്ങനെ നോക്കുക. കരള് ദാനമായി തന്ന പെൺകുട്ടി ഇനി ഞാൻ സ്നേഹിക്കുമെന്ന് കരുതി ഇനി അത് ഇവളാണെന്ന് ആരും പറയണ്ട എന്ന് ദേവയാനി പറഞ്ഞു. അപ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നോക്കുക കേട്ടോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ അമ്മായിമ്മയ്ക്ക് മരുമകളോടുള്ള സ്നേഹമൊന്നും നിങ്ങളാരും കൂട്ടാനും നിൽക്കണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇവളൊരിക്കലും എന്നെ അങ്ങനെയൊന്നും രക്ഷിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനി അങ്ങ് പറയുക കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ ഇനി രക്ഷിച്ചാലോ ദേവയാനി? ഒരിക്കലും രക്ഷിക്കില്ലമ്മേ, അങ്ങനെ ചെയ്യാനുള്ള നന്മയൊന്നും ഇവൾക്കില്ലെന്നും പറഞ്ഞ് ദേവയാനി ഇങ്ങനെ പറയപ്പം ഞാനിങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇവളങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഏറ്റവും വലിയ ചതിയല്ലേ നിങ്ങളൊക്കെ കൂടി എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതൊന്നും ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു. ഇനി ഇവളുടെ പേര് ചൂണ്ടിക്കാണിച്ചാൽ തന്നെ ഇവളെ എനിക്ക് കരൾ പകത്ത് നൽകണമെങ്കിൽ കാക്ക മലർന്ന് പറക്കണമെന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുക മുത്തശ്ശിയൊക്കെ, അതുപോലെ തന്നെ നയനയും. അതും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പം മുത്തശ്ശി ഇങ്ങനെ നോക്കും. അപ്പം അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ സത്യം ദേവയാനി അറിയണമെന്നുള്ളത്, പറഞ്ഞാലേ ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പം മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് ജയൻ ഇങ്ങനെ പറയും. അപ്പോഴും നയനയ്ക്കാണ് സങ്കടം. നയന ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കും. അമ്മ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും
അനന്തപുരി തറവാട്ടിലേക്ക് ഇതേ നമ്മുടെ നന്ദു വന്നിരിക്കുന്നു. അപ്പം നന്ദുവിനെ കണ്ടപ്പോഴത്തേക്ക് നവ്യ ഓടി വന്ന് മോളേന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. എനിക്ക് ഇതെന്താ മോളെ നീ ഒരു പ്രതീക്ഷയില്ലാതെ എന്ന് ചോദിച്ചപ്പോൾ അത് എനിക്കെൻ്റെ ചേച്ചിമാരനെ കാണുമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വേണം, നിനക്ക് ഞങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ ഇവിടേക്കല്ലാതെ വേറെ എവിടേക്ക് നീ പോകണ്ടേ എന്ന് നവ്യ ചോദിക്കാം. നമ്മുടെ നന്ദു ഭയങ്കര ചിരിയാട്ടെ ഇന്ന്. അപ്പോൾ ചില വിലക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും നീ മൈൻഡ് ചെയ്യാനേ പോകണ്ടെന്നും നവ്യ പറയാം. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജാനകി എന്ന് പറയുന്ന പൂതനെ അങ്ങോട്ടേക്ക് വരുന്നത്. മുഖം വലിച്ചു കയറ്റിപ്പിടിച്ച് ഇങ്ങനെ വരുക. അനിയത്തിയെ ചേച്ചി വിളിച്ചു വരുത്തിയോ നീ ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചു വരുത്തിയതല്ല, നന്ദു ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പമൊന്നും നവ്യ ചോദിച്ചു. നിന്നോട് ഇവിടെ വരരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളല്ലോടി എന്ന് ചോദിച്ചുകൊണ്ട് നന്ദുവിനോട് ചൂടാകുമ്പം അമ്മായി പറയുന്നത് ഇവള് കേൾക്കേണ്ട കാര്യം എന്താണെന്ന് അന്നേരം നവ്യ ചോദിച്ചു. അമ്മായിക്ക് സ്വന്തം മരുമകളോട് എന്ത് വേണമെങ്കിലും പറയാം, അവൾ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ അമ്മായിക്ക് പറയാം, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, പറഞ്ഞു മനസ്സിലായോ? പക്ഷെ ഇവളെങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഇവള് തന്നെയാ, അതിനാരെയും തടയാനും വരണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഞാനൊരു വിവരം പറഞ്ഞിട്ട് പോകാൻ വന്നതാണെന്ന് നന്ദു പറയൂ കേട്ടോ. ആ സമയം ചേച്ചി നയനേച്ചി എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ അവൾ ഓഫീസിലല്ലേ മോളെ? അപ്പോഴേക്കും നമ്മുടെ നന്ദു ആണോ ഓഫീസിലാണെന്നൊക്കെ ഇവൾക്ക് അറിയാവുന്നതാ, പക്ഷെ അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്നൊക്കെ ജാനകി പറഞ്ഞപ്പം അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റുമോ എന്ന് നവ്യ നേരെ ഇവളോട് ചോദിച്ചു. അതിന് മാത്രം ഒന്നുമല്ല അവൾ വന്നത്, അവൾ മാത്രമല്ല ഞാനും ഇവളുടെ ചേച്ചിയാണെന്നും നവ്യ അങ്ങ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി വന്നു കേട്ടോ. ദേവയാനിക്ക് നന്ദുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, വലിയ സന്തോഷത്തോടെ ദേവയാനി ഇങ്ങനെ നന്ദുവിനെ നോക്കുക. എന്നിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിന്നു. എന്നിട്ട് മുഖം വല്ലാത്തടുത്തൊക്കെ ആക്കിയിട്ട് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുക. എന്താ എന്ന് ചോദിക്കുമ്പം കണ്ടോ ഏട്ടത്തി, ഇവളോട് ഈ പടി ചവിട്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, എന്നിട്ട് ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി വന്നിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഒച്ച വെക്കുമ്പം ഞാൻ കാരണം ഉണ്ടാക്കിയൊന്നും വന്നതല്ല, SI ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു ചേച്ചി, ലിസ്റ്റിൽ ഞാനും ഉണ്ട് ചേച്ചി എന്ന് നന്ദു പറയുമ്പോൾ നവിക്ക് ഭയങ്കര സന്തോഷം, അതുപോലെ തന്നെ ദേവയാനിക്കും ഭയങ്കര സന്തോഷം. അന്തം വിട്ട് നോക്കുക ജാനകി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആ സമയത്ത് അനിയത്തി ചേച്ചിയും കെട്ടിപ്പിടിച്ചവരുടെ സന്തോഷം പങ്കുവയ്ക്കാട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ദേവയാനിക്ക് കെട്ടിപ്പിടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജാനകിക്കൊന്നും കണ്ടൊന്നും ദഹിക്കണില്ല. നമ്മുടെ നവ്യ നേരം പറഞ്ഞു ഭാവിയിലെ SIയോടാ ഇവിടെ ചിലരൊക്കെ കയർത്ത് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ എത്ര വലിയ SI ആണെങ്കിലും പറയാനുള്ളത് ഞങ്ങൾ പറയും. അനന്തപുരി തറവാട്ടുകാരെ പോലീസിന് ഭയക്കാറില്ല എന്ന് ജാനകി വലിയ ഡയലോഗ് അന്നേരം ഇറക്കുവാട്ടോ. എന്തായാലും നീ ആഗ്രഹിച്ച പോലീസ് യൂണിഫോം ഇടാൻ നിനക്ക് അവസരം ഉണ്ടായല്ലോ മോളെ എന്ന് നവ്യ പറഞ്ഞപ്പോൾ ഒരു ജോത്സ്യനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ ഉറപ്പായിട്ടും ഒരു പോലീസ് ഓഫീസർ ആകുമെന്ന്. നീ SI ആയിട്ട് കയറിയതിന് ശേഷം വീണ്ടും ടെസ്റ്റ് എഴുതണം, അതിലും ഉയർന്ന പദവിയിലേക്ക് നീ പോകണമെന്നും ചിലർക്കൊക്കെ നമ്മളെ ആരെയും ഒരു വിലയുമില്ല എന്നും അങ്ങനെ പാടില്ലല്ലോ എന്നും നവ്യ അന്നേരം പറഞ്ഞു കേട്ടോ. അപ്പോൾ നീ ഇരിക്കാൻ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് ദേവയാനി പറഞ്ഞപ്പം എന്തിനാ ഇവളെയൊക്കെ പിടിച്ചെടുത്ത് സൽക്കരിക്കുന്നത്, അവൾ പറയാനുള്ളത് പറഞ്ഞു, ഇനി അവൾ പൊയ്ക്കോട്ടെ ഏട്ടത്തി എന്നും പറഞ്ഞ് ജാനകി ഇങ്ങനെ പറയാം. അപ്പം ജലജ പരിസരത്തേക്ക് വന്നില്ല എന്തായാലും. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ഇവളെ പറഞ്ഞു വിട്ടുവെന്ന് അറിഞ്ഞാൽ എൻ്റെ മരുമകൾ അതൊരു വലിയ സംഭവമാക്കുമെന്നും പിന്നെ അങ്ങനെ അവൾ ഈ വീട്ടിൽ നിന്ന് പോയാലോ, അപ്പോൾ പോകുന്നെങ്കിൽ പോട്ടെ ഏട്ടത്തി എന്ന് ജാനകി. നിനക്കത് പറയാം, പിന്നെ ആദർശ് ഉറങ്ങാത്ത തെക്ക് വടക്കം നടക്കുന്നത് ഞാനല്ലേ കാണേണ്ടി വരുന്നതെന്ന് ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ജാനകിയെ. അപ്പം എന്തായാലും നീ ഇരിക്കുക എന്ന് ദേവയാനി പറയുമ്പോൾ വേണ്ട ആൻറ്റി ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു നന്ദു. അപ്പോൾ നിന്നോട് ഇരിക്കാനല്ലേ പറഞ്ഞേ, പിന്നെ നീ എന്തിനാ പോകുന്നേ, വന്നേ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നവ്യ നന്ദുവിനെ പിടിച്ചിരുത്താൻ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ വണ്ടിയുടെ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ വണ്ടിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി അവിടെ കിടന്നു. മനഃപൂർവ്വം ഈ കുടുംബത്തിൽ വഴക്കുണ്ടാക്കാനായിട്ട് വന്ന് കയറിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ച വയ്ക്കുക ഈ ജാനകി. അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഏത് നേരം വേണമെങ്കിലും ഇവിടെ വന്ന് കയറി ഇറങ്ങാം, എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പം ഇവിടെ എല്ലാവർക്കും അല്ലേ എന്ന് നവ്യ ചോദിക്കുമ്പോൾ അതേടി നീയും നിൻ്റെ അനിയത്തിയും ഈ വീട്ടിലേക്ക് മാന്യമായിട്ടല്ല കയറി വന്നതെന്നും പിന്നെ എൻ്റെ അനാമിക മോൾ അങ്ങനെയല്ല ഈ വീട്ടിലേക്ക് വന്നത്, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയപ്പിക്കേണ്ട രീതിയിലാണ് അനാമിക മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നൊക്കെ ജാനകി പറഞ്ഞങ്ങ് തർക്കിക്കാം. അതിൻ്റെ ഒരു സ്നേഹം എന്തായാലും മോളോടും മോളുടെ വീട്ടുകാരോടും എന്തായാലും ഞങ്ങൾ കാണിച്ചിരിക്കുമെന്നൊക്കെ ജാനകി തട്ടി അങ്ങ് വിടുക കേട്ടോ. ഇതൊക്കെ കേട്ടിങ്ങനെ ഇവർ വിഷമിച്ച് നിൽക്കുക. എന്തായാലും ആ വണ്ടിയിൽ ശബ്ദം കേട്ടത് വേറെ ആരും ആയിരുന്നില്ല, അനിയും ഒക്കെ വന്നതായിരുന്നു. അനാമിക ഉണ്ടായിരുന്നു കൂടുതൽ രണ്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ നന്ദുവിനെ കാണുന്നത്. നന്ദുവിനെ കണ്ടപ്പോൾ അനിയുടെ മുഖം ഭയങ്കര സന്തോഷം, അനാമികയുടെ മുഖം കടന്നൽ ഊത്തിയതുപോലെയായി. മുഖം വലിച്ചു കയറ്റി പിടിച്ച് അനാമിക ഇങ്ങ് വരുക. അപ്പം അനാമിക ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
ദേവയാനിക്ക് മനസ്സിലായി അവൾക്ക് ദഹിച്ചിട്ടില്ലെന്ന്. തുറിച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ നന്ദുവിനെ അനാമിക. അപ്പോൾ ഭയങ്കര ഇതിലേക്ക് നിൽക്കുക നമ്മുടെ നന്ദു. അപ്പോൾ ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? നന്ദുവിനെ കണ്ടപ്പോൾ വലിയ ഡയലോഗ്. അപ്പോൾ എന്തിനാണെന്നേ ഞാൻ പറയാം. SI ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു, ലിസ്റ്റിലേ എൻ്റെ മോളുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവൾ ഞെട്ടി. നന്ദുവിനെ നോക്കി എനിക്ക് ഭയങ്കര സന്തോഷമായ രീതിയിൽ അനി ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും ജാനകി ഇവരിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. SI എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ മുകളിലാണെന്നാണ് ഇവരുടെ വിചാരമെന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ കിടന്ന് ഉള്ളുമ്പോൾ എങ്കിൽ പെൺകുട്ടികൾ പോലീസ് ഓഫീസർ ആകുന്നത് ഇന്നത്തെ കാലത്ത് അഭിമാനമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു നവ്യ. സാധാരണ പെൺകുട്ടികളൊന്നും ഇത്തരം ജോലികൾ ആഗ്രഹിക്കില്ല എന്ന് അനാമിക പറയുമ്പോൾ ഇവൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തന്നെയാണ് ഇവൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നവ്യ പറഞ്ഞു. അതെ, നന്ദുവിന് പോലീസ് യൂണിഫോം ഇടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ ഹനി അന്നേരം പറഞ്ഞു. അപ്പോഴത്തേക്കും ജാനകി ഇങ്ങനെ മകനെ പല്ലെറിഞ്ഞ് പിടിച്ച് നോക്കുക. എത്ര പറഞ്ഞാലും ഇവൾ അനുസരിക്കില്ല അമ്മേ. ഇവളിവിടെ ഓരോ തവണ കയറി ഇറങ്ങുമ്പോഴും ഞാനും ഇവനും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും അതാ ഇവളുടെയും ആവശ്യമെന്നും പറഞ്ഞ് അനാമിക കിടന്ന് ഇങ്ങനെ ചീറുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അനി. ഒരു ദിവസം ഞാൻ പൂർണ്ണമായും ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, എന്നിട്ട് ആ സ്ഥാനത്തേക്ക് ഇവൾക്ക് കയറി വരണം. അതാ ഇവരുടെ മനസ്സിലിരിപ്പെന്നൊക്കെ പറഞ്ഞ് തുള്ളുക. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വരുന്നത് അതിനു വേണ്ടി മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഇറക്കുമ്പോൾ ദേവയാനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. ദേവയാനി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. തുള്ളിച്ചാടി അനാമിക അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ അനാമിക തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിനാകെ സങ്കടമായി. അപ്പം മോള് പറഞ്ഞത് സത്യമാണ്, പിന്നെ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്, പോടാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോനെ പറഞ്ഞു വിടുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് അനി ദേഷ്യപ്പെട്ട് അമ്മയുടെ നേരെയും എതിർത്ത് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ പോകാനല്ലേ നിന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കടന്ന് തുള്ളുവാണേ. അപ്പോഴത്തേക്കും കലി കയറി അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അനി അവിടെ നിന്ന് അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പം എന്താ ജാനകി നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് നേട്ടത്തേക്ക് മനസ്സിലായില്ലേന്ന് ജാനകി തിരിച്ച്. എനിക്കൊരു ജോലി കിട്ടണമെന്ന് എന്നെ കൂടുതൽ ആഗ്രഹിച്ചത് നയനേച്ചിയാണെന്നും അതുകൊണ്ട് തന്നെ നയനേച്ചിയോടും അതുപോലെ നവ്യേച്ചിയോടും പറയാനായിട്ട് ഞാൻ ഓടി വന്നത് അത് നേരിട്ട് പറയാനാണെന്ന് പറഞ്ഞു. അവളിപ്പോൾ ആദർശനൊപ്പം ഓഫീസിൽ പോകുന്നത് എന്താ നിനക്കറിയില്ലേ, പിന്നെന്തിനാ നീ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയതെന്നും ചോദിച്ചുകൊണ്ട് ജാനകി കിടന്ന് തുള്ളുമ്പോൾ ജാനകി വേണ്ട എന്നും പറഞ്ഞ് ദേവയാനി ജാനകിക്ക് നേരെ സംസാരിക്കാം. നീ മിണ്ടാതിരിക്കെ, അപ്പോൾ നീ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടെന്ന് നീയാണ് തീരുമാനിക്കുന്നത്, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു ദേവയാനി. അപ്പോൾ നന്ദുവിനെ അപമാനിച്ചതിന് ജാനകിക്കായിട്ടുള്ള മറുപടി നമ്മുടെ ദേവയാനി കൊടുത്തു കേട്ടോ. അപ്പോൾ വായടപ്പിച്ചിട്ടാണ് ദേവയാനി അകത്തേക്ക് കയറി പോകുന്നത്. അകത്തേക്ക് കയറി വന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ എൻ്റെ മരുമകളുടെ അനിയത്തി നല്ലൊരു വാർത്തയാണ് പറഞ്ഞത്, അത് അവളെക്കാളും സന്തോഷം നയനയ്ക്കാണെങ്കിൽ അതെനിക്കും അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അകത്തേക്ക് പോയി. അപ്പോൾ എന്തായാലും നിനക്ക് തൃപ്തി ആയല്ലോ, ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ മോനും മരുമോളും കൂടി തല്ലി പിരിയട്ടെ എന്ന് പറഞ്ഞ് ജാനകി ഇങ്ങനെ തുള്ളുമ്പം എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഭർത്താക്കന്മാരുമായിട്ട് തല്ലി പിരിഞ്ഞു പോകണം എന്നല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം അല്ലേ? അപ്പം പിന്നെ അതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല എന്ന് നമ്മുടെ നവി ജാനകിയോട് പറഞ്ഞു. പിന്നെ ഇവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവളിവിടെ വരും, അതാരും തടയാനൊന്നും നോക്കണ്ടെന്നും പറഞ്ഞു. കൂട്ടത്തിൽ ശരിക്കും ജാനകി കേട്ടോ. എന്നിട്ട് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ നവ്യ അവിടെ പോയിരിക്കും. ഇവളുടെ മുഖത്ത് കാലും കയറ്റി. അപ്പോൾ മുഖത്തടിക്കുന്ന പോലെ തന്നെയാണത്. നവ്യ എന്നിട്ട് നന്ദുവിനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ജാനകിക്കാണെങ്കിൽ ഒരു വിലയില്ല, പട്ടിയുടെ വില പോലും ഇവർ കൊടുക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് വേറെ ആർക്കൊക്കെ സെലക്ഷൻ കിട്ടി എന്നൊക്കെ ചോദിച്ച് നവ്യ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചേച്ചിക്ക് അശ്വിനെ അറിയില്ലേ, അവനും കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവരവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് അനാമിക ഇവിടെ അനിയോട് നിന്റെ കാമുകി അവൾ കാക്കിയിടാൻ പോകുമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുക. അനി അന്നേരം അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അവൾക്ക് കിട്ടേണ്ട ജോലി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, അവൾ SI ആയാൽ പൊളിക്കും എന്ന് നമ്മുടെ അനി പറഞ്ഞു. അവളെക്കാളും സന്തോഷമാണല്ലോ അതറിഞ്ഞപ്പോൾ നിനക്കെന്ന് അനാമിക പറയുമ്പോൾ അതെ അതങ്ങനെ തന്നെയാ എന്തേന്ന് ചോദിച്ചു. അവളെ എൻ്റെ നല്ലൊരു സുഹൃത്തുക്കൾക്ക് നേട്ടം ഉണ്ടാകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സങ്കടമല്ലാതെ സന്തോഷമുള്ള കാര്യമാണെന്നും പറഞ്ഞ് അനി അങ്ങ് പോകുമ്പോൾ ഇവിടെ പിന്നാലെ പോകും അനിയോട് വഴക്കുണ്ടാക്കാനായിട്ട്. ഒരു സമാധാനം എനിക്ക് കൊടുക്കുന്നില്ല അനി, തല പെരുത്തങ്ങ് പോവാ. അവൾ SI ആയിട്ട് എന്നെ കള്ളക്കേസ് കൊടുക്കുമെന്ന് അനാമിക പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പേടിയൊന്നും നിനക്ക് വേണ്ട, പക്ഷേ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ നിന്റെ മുഖം നോക്കാതെ അകത്താക്കിയെന്നും വരും. തെറ്റ് ചെയ്തില്ലെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് നീയും അവളും കൂടെ വരുത്തി തീർക്കുമല്ലോ എന്ന് അനാമിക. അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ പോകുന്ന ഒരാളൊന്നും അല്ല ഞാനെന്ന് അനി നേരം പറഞ്ഞു. നീ എന്തിനാ ഈ വീട്ടിൽ വന്ന് കയറിയതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് അനി പറയുമ്പോൾ അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. നിനക്ക് ഒരിക്കലും നല്ലൊരു ഭാര്യയാകാൻ താല്പര്യമില്ല, നിന്റെ മനസ്സിൽ മറ്റെന്തൊക്കെയാണെന്ന് പറയുമ്പോൾ നിന്നെപ്പോലെ ഒരുത്തനെ ഒരു പെണ്ണും സ്നേഹിക്കത്തില്ലടാന്ന് പറയുമ്പോൾ പിന്നെ എന്തിനോട് നീ ഇവിടെ കടിച്ചു തൂങ്ങുന്ന ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ, ഇറങ്ങി പോടിയെന്ന് പറഞ്ഞു അനി. വന്ന അന്ന് മുതൽ തുടങ്ങിയതാണല്ലോ ഈ ഒരു യുദ്ധം, സത്യം പറഞ്ഞാൽ അത് കാരണം എൻ്റെ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ നീ ഒരു കിഴങ്ങനാടാ. ആയിക്കോട്ടെ, അങ്ങനെ ഒരു കിഴങ്ങൻ്റെ കൂടെ നീ എന്തിനാ കഴിയുന്നതെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്.
നമ്മുടെ വിവാഹം നടത്താൻ എനിക്കായിരുന്നില്ലല്ലോ താല്പര്യം, നിനക്കും നിന്റെ അച്ഛനും അമ്മയ്ക്കും ആയിരുന്നില്ലേ എന്നൊക്കെ അതിന് ചോദിക്കും കേട്ടോ. ഇവക്ക് മറുപടിയില്ല. അനന്തപുരി തറവാട്ടിൽ കയറി കൂടാൻ നീ എൻ്റെ അമ്മയെ പോലും കയ്യിലെടുത്തല്ലേടി. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിലാ മറ്റു കാര്യങ്ങളുള്ളത്, നിനക്ക് ആ കാമുകന്മാരുള്ളത്, നിന്റെ മനസ്സിൽ വേറെ പയ്യന്മാരുണ്ടെന്ന് എനിക്കറിയാവുന്ന അനി പറയുമ്പം എനിക്ക് പിന്നെ ജീവിക്കണ്ടേ, നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് മനസ്സിലായി. പിന്നെ എനിക്കൊരു റിലീഫ് കിട്ടാൻ ഞാനും സൗഹൃദങ്ങൾ കൂടണ്ടേന്ന് ചോദിക്കുമ്പം അങ്ങനെ സൗഹൃദങ്ങൾ കൂടുന്ന കൂട്ടത്തിലെ ആരെങ്കിലും നിന്റെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം നീ പോയാലും എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് അനി പറഞ്ഞു. അപ്പം എനിക്കറിയാടാ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്, അതുകൊണ്ട് നീ ഇതല്ല ഇതിനപ്പുറം പറയുമെന്ന് എനിക്കറിയാവുന്ന അനാമിക. ദേ നീ പറഞ്ഞത് സത്യമാണ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പം നിന്റെ കൂടെ കഴിയുന്നത്. അതും എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണെന്നും അല്ലാതെ എൻ്റെ മനസ്സിൽ നിന്നോട് ഇത്തിരി സ്നേഹം പോലും ഇല്ല എന്ന് അനാമിക അനിയോട് തുറന്നു പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ആ പൂതനെ അവിടെ നിന്ന് പോകുമ്പോൾ അനി തൻ്റെ ജീവിതം നശിച്ചതിനെപ്പറ്റി ആലോചിച്ചിരിക്കാം. ഇവരുടെ സംസാരം പ്രവർത്തികളുവാ നന്ദുവിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുന്നതെന്ന്, എന്നെ സ്നേഹിക്കാത്ത ഒരുത്തിക്ക് വേണ്ടി ഞാനിതിനു വേണ്ടി ത്യാഗം ചെയ്യണമെന്ന് അനി മനസ്സുകൊണ്ട് അങ്ങ് ചിന്തിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും അനാമികയും കൊണ്ട് അങ്ങനെ ഒരു ഗുണം എനിക്കുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേവയാനി അടുക്കളയിൽ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകി ചെല്ലും അടുക്കളയിലേക്ക് ദേവയാനിയെ പേടിപ്പിക്കാനായിട്ട്. ഒട്ടൊന്നും ദഹിക്കുന്നില്ല. അവളുമാരൊക്കെ വരുമ്പോൾ എന്തിനേട്ടത്തി ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ടാക്കി കൊടുക്കുന്നതെന്ന് ജാനകി ചോദിച്ചു. അനിയത്തെ സൽക്കരിച്ചില്ലെങ്കിൽ ഇന്ത്യൻ മരുമകൾ പിണങ്ങി പോയാലോ എന്ന് ദേവയാനി ചോദിച്ചു കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളുമാർ ഏട്ടത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വേലയൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല എൻ്റെ ജാനകി. പിന്നെ എൻ്റെ മോൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അനാമിക മോൾക്ക് അവൾ ഈ വീടിൻ്റെ പരിസരത്ത് വരുന്നത് പോലും ഇഷ്ടമല്ല. എന്നിട്ട് ഓരോരോ കാരണങ്ങളുണ്ടാക്കി ചേച്ചിമാരെ കാണാനാണെന്നും പറഞ്ഞ് അനിയത്തി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ജാനകി പറഞ്ഞപ്പം ഇന്ന് അവൾ വന്നതിന് കാരണമുണ്ടല്ലോ ജാനകി. അവളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാരണമല്ലേ ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ വലിയ കാര്യമാണോ? പെൺകുട്ടികൾ കാക്കിയിടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ജാനകി പറയുമ്പം പക്ഷേ അവൾക്ക് ഇഷ്ടമായിരിക്കും. അത് മാത്രമല്ല നന്ദുവിൻ്റെ സ്വഭാവം അത് നിനക്കറിയാവുന്നതല്ലേ. 4-5 ആണുങ്ങൾ വന്നാലും ഒറ്റയ്ക്ക് നിന്ന് അവരെ നേരിടാനുള്ള ശേഷിയൊക്കെ അവൾക്കുണ്ട്. അതിന് ആദർശം സാക്ഷിയായിട്ടുള്ളതാ. പിന്നെ നിന്റെ മരുമോൾ ഒരിക്കൽ ഗുണ്ടുകൾ തട്ടിക്കൊണ്ട് പോയപ്പോൾ അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാ? ഈ പറഞ്ഞ നന്ദു അല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ ഇവളുമാർ തന്നെ ചെയ്തതാണോ എന്ന് എൻ്റെ സംശയമെന്നും അവളുടെ കൂട്ടുകാരായിരിക്കും വന്ന 4 ഗുണ്ടകളും എന്ന് ജാനകി പറഞ്ഞു. വ്യക്തമായൊരു തെളിവില്ലാതെ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കരുത് ജാനകി എന്ന് ദേവയാനി പറഞ്ഞു. എനിക്കും നിനക്കുമൊക്കെ നയനയോടും നന്ദുവിനോടൊക്കെ നല്ല ദേഷ്യം ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ അവരുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരാണെങ്കിലോ 3 പെൺകുട്ടികളാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നയനയ്ക്ക് നന്ദുവിനെ ജീവനാ. തിരിച്ചും അതങ്ങനെ തന്നെയാ. പിന്നെ ആ നിലയ്ക്ക് മിക്ക ദിവസങ്ങളിലും നന്ദു ഇവിടെ വരേണ്ടതല്ലേ? അവളുമാരുടെ ചേച്ചിമാരെ കാണാൻ വരേണ്ടതല്ലേ എന്ന് ചോദിച്ചു. പിന്നെ വരാതിരിക്കുന്നത് നമ്മളെയൊക്കെ പേടിച്ചിട്ട് ആണെന്നും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കെ അവളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോൾ അത് ചേച്ചിമാരെ അറിയിക്കാൻ അനീതി വരരുത് എന്ന് പറയുന്നത് ശരിയാണോ ജാനകി? അവളെൻ്റെ മരുമകളെ ചോടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഓടി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി തുള്ളി ചാടിക്കൊണ്ട് അങ്ങ് പോകുമ്പോഴത്തേക്കും ദേവയാനി അവളെ തുറിച്ചോ നോക്കുന്നത്. നീയൊക്കെ എന്നാ തുള്ളിയിട്ടും കാര്യമില്ലടി എന്നുള്ള രീതിയിൽ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആദർശനെയും നയനയെയുമാണ്. അവർ രണ്ടുപേരും വഴിയരികിൽ നിന്ന് സംസാരിക്കും. ആദർശ് നയനയോട് പറയാണ്, നിന്നെപ്പറ്റി എല്ലാവർക്കും നല്ല മതിപ്പാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മൊത്തം. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാ എന്ന് ആദർശ് ചോദിച്ചു കേട്ടോ. അത് കേട്ടപ്പോൾ നമ്മൾ ഒരുമിച്ച് വീട് വരെ ഒന്ന് പോകുമെന്ന് നയന പറഞ്ഞു. ആദർശേട്ടന് തിരക്കായതുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. എന്നാലും നീ ഒരു നല്ല കേക്ക് വാങ്ങിച്ച് പോയിക്കോ, ഞാനും വരാം വൈകുന്നേരം മുറിക്കാനായിട്ടെന്ന് ആദർശ് നേരം പറഞ്ഞു കേട്ടോ. അവളുടെ ജോലി അതെൻ്റെ സ്വപ്നമായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ആണെങ്കിലും SI ടെസ്റ്റ് എഴുതിയപ്പോൾ ഞാൻ അത്ര വലിയ പ്രോത്സാഹനമൊന്നും കൊടുത്തില്ല എന്ന് നമ്മുടെ നയന പറയുക കേട്ടോ. പിന്നെ വേറൊന്നും കൊണ്ടല്ല ആദർശേട്ടാ, മുന്നും പിന്നും നോക്കാതെ തെറ്റിനെതിരെ പ്രതികരിക്കുന്ന കൂട്ടത്തിലവള്. ആ സ്വഭാവത്തെ ഭയന്നല്ലേ നമുക്ക് പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതിനോട് എനിക്കെന്തായാലും യോജിപ്പൊന്നുമില്ല. ശരിക്കും ഉള്ളത് പറയാലോ. നന്ദുവിന് യോജിച്ച പ്രൊഫഷൻ തന്നെയാണ് അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ആദർശ് പറഞ്ഞു. ഇനിയിപ്പോൾ നന്ദുവിനെ ആരും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊന്നും നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അതിനോട് സംസാരിക്കാം. എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകവും അതുപോലെ നന്ദുവും കൂടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് നയനയും നവ്യയും കൂടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു.
അമ്മയ്ക്ക് മക്കളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ച് ഓടി അങ്ങ് ചെന്നു കേട്ടോ. അങ്ങനെ മക്കളെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് നിൽക്കുക. അപ്പോൾ എന്ത് ഇത് രണ്ടുപേരും കൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും നല്ലൊരു കാര്യമല്ലേ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കണ്ടേ എന്ന് നയന ചോദിക്കുക കേട്ടോ. അങ്ങനെ നന്ദുവിന് ആ ഒരു ജോലി കിട്ടിയതിൻ്റെ സന്തോഷം ഇവരെല്ലാവരും കൂടെ പങ്കുവയ്ക്കുന്നിടത്താണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ.